ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അമ്മയും കുഞ്ഞുങ്ങളുള്ളത് ചങ്ങനാശ്ശേരി ഇത്തിത്താനത്താണ്. ഇവരെ കുറച്ച് പേർക്കെങ്കിലും അറിയാം. നമ്മൾ ഒരുപാട് പോസ്റ്റും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവരിൽ 3 കുഞ്ഞുങ്ങൾ പോയി അഡോപ്ഷൻ പോയിരുന്നു. ബാക്കി കുഞ്ഞുങ്ങളും അമ്മയും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഈ കുഞ്ഞ് സ്പിറ്റ്സ് ഇനത്തിൽപ്പെടുന്ന ഒരു ക്രോസാണ്. ഒരു സാധുവായ ഡോഗാണ്. ആരും വളർത്തി ഉപേക്ഷിച്ചതാണ് ഇവിടെ. അപ്പോൾ ഇത് ദാഹിച്ച് വിശന്ന് വലഞ്ഞ് അവിടെ അതൊരു ഗേറ്റിൻ്റെ വിടവിലൂടെ തലയിട്ടപ്പോൾ അവിടെ താൽക്കാലികമായിട്ടൊരു ജോലിക്ക് വന്നൊരു ചേച്ചി കണ്ട് അതിന് ഭക്ഷണം കൊടുത്താണ്. തുടർന്ന് അവളിങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരികയും വെള്ളം കുടിക്കാൻ വരികയും ചെയ്ത് ആ ചേച്ചി അവളെ സംരക്ഷിച്ചു. അങ്ങനെയാണ് അവൾ അവിടെ പ്രസവിക്കുന്നത്. അപ്പം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ ആ വീട്ടിലുള്ള ആർക്കും തന്നെ താല്പര്യമില്ല. ഈ ചേച്ചിയുടെ ഒരു കരുണ കൊണ്ടാണ് ആ പരിസരത്ത് അവൾക്കൊരു സൗകര്യം ഒരുക്കി കൊടുത്തതും. അവരൊരു മാറ്റാൻ പറഞ്ഞ് അവർ വല്ലാത്തൊരു ഇതാണ്. അവർക്ക് മൃഗങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഒന്ന് കൊണ്ടുപോകാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ പെൺകുഞ്ഞുങ്ങളെ വന്ധീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആരും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായി ഇതുവരെ വന്നില്ല. അപ്പം നിലവിൽ ആ ചേച്ചിക്ക് സങ്കടം തോന്നിയിട്ട് ഈ ഡോഗിനെ അവിടെ ഉപേക്ഷിച്ച് പോന്നാൽ ആരും തന്നെ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിലവിലില്ല. അവിടെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരും എല്ലാവരും അതിലും ഗേറ്റും വെച്ച വീടുകളാണ്. അപ്പോൾ ആരും അധികം പുറത്തിറങ്ങാറുമില്ല, കാണാറുമില്ല. അവർക്കാർക്കും ആ പരിസരത്ത് ആർക്കും മൃഗങ്ങളോട് സ്നേഹവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ അവിടെ ഉപേക്ഷിക്കാൻ ആ ചേച്ചിക്ക് മനസ്സ് വരുന്നില്ല. ആ ചേച്ചി ഈ മാസം അവസാനത്തും കൂടി മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ പോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ സേഫ് ആക്കണമെന്നുണ്ട്. അപ്പോൾ ആ ചേച്ചിക്ക് ഒരു ആഗ്രഹം പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെ ഞാൻ ആരും ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഞാൻ തന്നെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 3 പെൺകുഞ്ഞുങ്ങളും ഒരു ആൺകുഞ്ഞുണ്ട്. ഇപ്പോൾ ഈ അമ്മയെയും ആ ചേച്ചി തന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ നമുക്കത് വേണ്ടി ചെയ്തു കൊടുക്കാനായിട്ട് ഈ അമ്മേനെ വന്ധീകരിക്കണം. ഈ കുഞ്ഞുങ്ങളെ ഒരു കൂട്, അമ്മയ്ക്കും കുഞ്ഞുങ്ങളും കിടക്കാനായിട്ട് ഒരു കൂട് വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ദയവായി ഈ വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് ആർക്കും സഹായിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ആരും സഹായിക്കേണ്ട. ബാഡ് കമൻ്റ് ഇട്ട് സഹായിക്കുന്നവരെ കൂടി തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം ഒരു തെരുവിൽ അലഞ്ഞ് ദാഹിച്ചും വിശന്നും അലഞ്ഞ് ഏറും തല്ലും കിട്ടി അവിടെ കഴിയുന്നതിലും ഭേദമാണ് ഒരു വീട്ടുകാർ അവളെ ഏറ്റെടുത്ത് വളർത്താമെന്ന് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി സഹായിച്ചു. ഓരോരുത്തരും ഒരു 10 രൂപയെങ്കിലും എടുത്ത് വെച്ച് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൂട് താൽക്കാലികമായിട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം വേണ്ടത് അവൾക്കൊരു കൂടാണ്. കാരണം ആ ചേച്ചിക്ക് സ്വന്തമായിട്ട് വീടില്ല, ഒരു വാടക വീട്ടിലാണ്. കൂടാതെ ആ ചേച്ചി വേറൊരു ജില്ലയിലുള്ളതുമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇവളെ കൊണ്ടുപോകണം. അതിനുള്ളൊരു ചാർജും അതുപോലെ കൂടിനുള്ള ചാർജുമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാവശ്യം. അപ്പോൾ എല്ലാവരും സഹായിച്ചാൽ ഈ അമ്മയും കുഞ്ഞുങ്ങളും രക്ഷപ്പെടും. ഈ കുഞ്ഞുങ്ങളെ 1.5 മാസം വരെ ആ ചേച്ചി സംരക്ഷിച്ചു. തെരുവിൽ കളഞ്ഞിട്ട് പോകാനായിട്ട് ആ ചേച്ചിക്ക് മനസ്സനുവദിക്കുന്നില്ല. കാരണം അത്രയ്ക്കും ദയനീയമായ അവസ്ഥയായിരുന്നു. ഈ അമ്മ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അത് ഇങ്ങനെ വിടവിലൂടെ, ചെറിയ ഹോളിൻ്റെ വിടവിലൂടെ ഇങ്ങനെ തലയിട്ട് വരികയായിരുന്നു. അങ്ങനെയാണ് ഈ ചേച്ചി കാണുന്നത്. അപ്പോൾ ഇത്രയും നാൾ സംരക്ഷിച്ചു. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ അഡോപ്ഷനൊക്കെ ഉണ്ട്, എല്ലാവരും സഹായിച്ചു. ബാക്കി കാര്യത്തിൽ ആ ചേച്ചി ഇങ്ങനെ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ കുഞ്ഞിനെ തെരുവിൽ അലയാതെ ഒരു വീട് കിട്ടണം. കൂടാതെ ഈ 3 പെൺകുഞ്ഞുങ്ങളും ഒരു ആൺകുഞ്ഞുണ്ട്, അവരും രക്ഷിക്കപ്പെടുകയാണ്. കാരണം അവരും തെരുവിലേക്ക് പോവാതെ അവർ പിന്നീട് വന്ധീകരിക്കാനുള്ളൊരു സാഹചര്യം ആ ചേച്ചി തന്നെ ചെയ്തോളും. അങ്ങനെ ഒരു ഇതിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു അമ്മയെ മാത്രമല്ല ഈ 3 പെൺകുഞ്ഞുങ്ങളെയും കൂടി രക്ഷിക്കണം. കാരണം ഈ 3 പെൺകുഞ്ഞുങ്ങൾ തെരുവിൽ ഉപേക്ഷിച്ച് പോയാൽ അവർ വീണ്ടും പ്രസവിക്കും, വീണ്ടും ഇതേ തന്നെ കുഞ്ഞുങ്ങൾ പെറ്റുവരികയും ആരും അവരെ സംരക്ഷിക്കാനില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഒരുപാട് കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയാണ് ഇതിലൂടെ. അപ്പോൾ ആ ചേച്ചിക്കൊരു സഹായം എന്ന നിലയ്ക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും സഹായിക്കുക. ആ ചേച്ചിയുടെ നമ്പറും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ചങ്ങനാശ്ശേരിയിലാണിത്. ഒരു ആൺകുഞ്ഞും കൂടിയുണ്ട്. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും കൂടി ഏറ്റെടുക്കുക. കാരണം അവരുടെ ഫാമിലിയായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവർക്ക് നല്ല ഒരു താല്പര്യമാണ് അവർ ഡോഗിനെ എടുക്കാൻ. പക്ഷേ അവർക്ക് സാമ്പത്തിക ശേഷി കുറവായതുകൊണ്ടും ഒരു കേജ് ഒപ്പിക്കാനോ അതിനുള്ള സാഹചര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടും മാത്രമാണ് അവർ ഒരു ഇത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ദയവായി സഹായിക്കുക, സഹകരിക്കുക.